ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് ആനിവേഴ്സറി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്താ ഒരു കേക്ക് എന്നെല്ലാവരും വിചാരിക്കരുത്. അതൊന്നുമല്ല, നമ്മുടെ ലിസൻ്റെ ബർത്ത്ഡേ എന്ന്. ലിസൻ്റെ ബർത്ത്ഡേ വെച്ചാൽ ജനിച്ച ദിവസം നമ്മൾക്കറിയില്ല. ലിസൻ്റെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ജൂലൈ 17 അപ്പോൾ അന്നാണ് ലിസയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ലിസക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇന്ന് വാവ ഏതായാലും ആനിവേഴ്സറിൻ്റെ അതിന് വാങ്ങിച്ച കേക്കിൻ്റെ ഐറ്റംസും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട്, കുറച്ച് ക്രീമും എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു കുഞ്ഞ് കേക്ക് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിസക്ക് വേണ്ടിയിട്ട് ബാക്കി എക്സ്ട്രാ ഒന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാ സാധനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലിസക്ക് കൊണ്ട് ചെറിയൊരു സ്ക്വയർ കേക്കാണ് ഉണ്ടാക്കിയത്, ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ക്രീമൊക്കെ ആക്കി അതിൻ്റെ സൈഡിൽ ഗനാഷൊക്കെ ഒന്ന് ട്രയാങ്കിളായിട്ടൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഹാപ്പി ബർത്ത്ഡേ ലിസ എന്നൊരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യിക്കാമെന്നല്ല വിചാരിച്ചേ. ലിസ കട്ട് ചെയ്യോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും നമ്മളൊരു രസത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പം എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ലിസ എന്ന് എഴുതാന്ന് വെച്ചു. പക്ഷേ അത്രയും സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എഴുതിയിട്ട് ലിസ എന്ന് പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലിസക്ക് മുഴുവനായിട്ട് കൊടുത്തു വെച്ചാൽ മുഴുവൻ കൈയിട്ട് മൊത്തം കളയും, പിന്നെ നമുക്കിത് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ലിസനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ വെറുതെ ഒരു അവസ്ഥയിൽ ചെയ്തതാണ്. പരിസരമുള്ള ആൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും നമുക്ക്. കാരണം ബാവൻ്റെ ഫുൾ ടൈം ഇങ്ങനെ കളിച്ച് നടത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ബാവക്ക് സത്യം പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ലിസ. അതുകൊണ്ട് പിന്നെ ആൾക്കാരുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തന്നെ ലിസൻ്റെയും കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സ്ട്രാ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ എല്ലാ സാധനവും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലിസനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും, എന്താവോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കേക്ക് ഫുള്ള് റെഡിയാക്കി വെച്ചിട്ട് അതിലൊരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ലിസക്ക് കൊടുക്കാൻ വേണ്ടി ലിസ എന്ന് പേര് എഴുതിയത് മാത്രം ഒന്ന് കട്ട് ചെയ്ത്, കുറേ പെറ്റ്സ് ഉണ്ടല്ലോ അവിടെ. ലിസയുണ്ട്, ഒരു പൂച്ചക്കുട്ടി മീമും ഉണ്ട്, പിന്നെ അതിൻ്റെ കുട്ടികളും പിന്നെ ലിസൻ്റെ കുട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു പീസ് കഷ്ണമായിട്ട് അങ്ങ് കൊടുക്കുക. ബാക്കി നമുക്ക് എടുക്കാമെന്ന് വെച്ചു. കാരണം ഇത്രയും കേക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് എടുക്കാമല്ലോ. അപ്പം ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് പേപ്പർ പ്ലേറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് പോകുന്നുണ്ട്. ഒരു നൈഫും കൂടി വാങ്ങിച്ചിട്ട് ഹോളിൽ കൊണ്ടുവച്ച് ലിസനെ കൂട്ടിയിട്ട് പോകാൻ വരുന്നുണ്ട്. അതിപ്പോൾ വരുമ്പോൾ തന്നെ ലിസക്ക് അതിൻ്റെ മണടിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഒരിക്കൽ കാണിച്ച് നോക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപോയിക്കോ. എന്നാൽ ഇതിൻ്റെ മധുരം ഭയങ്കര ഇഷ്ടം. നമ്മൾ മധുരം കൊടുക്കും, പക്ഷേ രോമം നല്ലോണം കൊയ്യാൻ തുടങ്ങിയ പിന്നെ മധുരം അതിന് കൊടുക്കാണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് മധുരം. അത് കേക്കിൻ്റെ അത് കണ്ടപ്പോൾ തന്നെ അതൊക്കെ കടിക്കാൻ നോക്കിയെന്ന്. ഇപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈയോട് വെറുതെ പിടിച്ച് കട്ട് ചെയ്യിപ്പിക്കാമെന്നല്ല പറയുന്നത്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് വാവ എന്നെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പേപ്പറിലിട്ടിട്ട് ഞാൻ കൊടുത്തത്. ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയോണ്ടുള്ള പ്രശ്നമാണ് ഇത്. ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാണ്ട് എടുത്തിട്ട് പോയതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീൻ ബാക്കിൽ തന്നെ വരുന്നുണ്ട്, അതിനും ഒരു പേപ്പർ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടാളും നല്ലോണം കഴിച്ചു. ബാക്കി കുറച്ച് ഒരു പീസും കൂടി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അതിൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ലിസേൻ്റെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായത്. വെറുതെ രസത്തിനോട് ചെയ്തതാണ്. പിന്നെ അവർക്കൊരു സന്തോഷമല്ല, ആനിമൽസിൻ്റെ അവർക്ക് മധുരം ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമെന്നല്ല അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാവക്കും ഒരു ഇഷ്ടം, വാവക്ക് ഒരു രസമാണ് ഇങ്ങനെയുള്ളതൊക്കെ. വാവക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ആയിരിക്കും നമ്മളെ ചാനലിൽ വരിക. ഇവരെ പെറ്റ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളും അത്യാവശ്യം ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല, ഫുള്ള് തിരക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ക്രാഫ്റ്റും എംബ്രോയ്ഡറി അങ്ങനെ എല്ലാ ലൊട്ടിലൊടുക്ക് സാമഗ്രികളായിട്ട് നമ്മൾ പിന്നെയും വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.